ഹലോ ഫ്രണ്ട്സ്, ഒറിജിനൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോയിൽ നോക്കുന്നത് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജ് അപ്പോൾ കംപ്രസർ എന്താണ്, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, കുറച്ച് ടെക്നിക്കൽ ടേംസ്, പിന്നെ സിംഗിൾ സ്റ്റേജിൻ്റെ ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്കിംഗ് വരുന്നുണ്ട്, വർക്ക് ഡൺ വരുന്നുണ്ട്, പിന്നെ മൾട്ടി സ്റ്റേജ് എന്താണോ അതിൻ്റെ വർക്ക് ഡൺ വരുന്നുണ്ട്, പിന്നെ മിനിമം വർക്കിന് വേണ്ടുന്ന കണ്ടീഷൻ, ദെൻ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ റേഷ്യോ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ചാപ്റ്ററായിട്ട് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ പോലെ തന്നെ എന്താണ് റോട്ടറി എയർ കംപ്രസർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ്, അപ്പോൾ അതിനകത്ത് എഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ടോ, വർക്ക് ഡൺ സിംഗിൾ സ്റ്റേജിൻ്റെ വർക്ക് ഡൺ വരെയാണ് നോക്കുന്നത്. സോ അപ്പം തന്നെ ഫസ്റ്റ് തന്നെ ഒരു എയർ കംപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ എയർ കംപ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജസ്റ്റ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് മോഷനോടെ. സോ അതിനെ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമുക്ക് മൾട്ടി സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ സിംഗിൾ സ്റ്റേജ് വരുന്നുണ്ട്, അതുപോലെ മൾട്ടി സിലിണ്ടർ വരുന്നുണ്ട്. അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ സിംപ്ലി ഒരു എയർ കംപ്രസർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ അല്ലെങ്കിൽ എയറിനെ സ്ക് ചെയ്തെടുക്കുക, അതിനെന്ത് ചെയ്യുക, കംപ്രസ് ചെയ്യുക, അതായത് ഒരു ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുക, പ്രഷർ റൈസ് ചെയ്യുക, എന്ത് ചെയ്യുക, അതിനെ ഡെലിവർ ചെയ്യുക. ഇതാണ് ഒരു കംപ്രസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കംപ്രസർ എന്ന് വിളിക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. ഇതാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വരുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ ഇൻലെറ്റ് വാൽവ് വരുന്നത്, ഇത് അതിൻ്റെ ഡെലിവറി വാൽവ്, ദെൻ ഇതാണ് പിസ്റ്റൺ വരുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദി സിലിണ്ടർ, ദെൻ ഇതാണ് ക്രാങ്ക് മെക്കാനിസം വരുന്നത്, അതിൻ്റെ കണക്റ്റിംഗ് റോഡ്. ഇതാണെന്ത് ഒരു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എൻ എയർ കംപ്രസർ as the name indicates it's a machine to compress air to rise its pressure. ഇപ്പോൾ എന്താണ്, നമ്മൾ എയറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത്, എയർ കംപ്രസർ എന്ന് പറയുന്നത്. എയർ കംപ്രസർ സക്സ് എയർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ, കംപ്രസ് ഇറ്റ് ആൻഡ് ദെൻ ഡെലിവർ ദി സെയിം അണ്ടർ എ ഹൈ പ്രഷർ ടു ദി സ്റ്റോറേജ് വെസൽ. എന്ത് ചെയ്യും, ഇത് ഈ ഒരു ഇൻലെറ്റ് വാൽവ് വഴി എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് എയറിനെ സക്ക് ചെയ്തെടുക്കും, ഇതിനെന്ത് ചെയ്യും, കംപ്രസ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ പ്രഷർ റൈസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണോ ഡെലിവറി ആവശ്യമുള്ളത്, അതായത് ഇപ്പോൾ സ്റ്റോറേജ് ടാങ്ക് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുകയാണോ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ആവശ്യമുള്ളത് അവിടേക്ക് ഡെലിവറി ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ യൂസസ് വരുന്നത് നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂമാറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ഡ്രിൽസ്, അതുപോലെ തന്നെ എന്താണ് റിവറ്റ്, റോഡ് ഡ്രില്ല്, ഇപ്പോൾ പെയിൻ സ്പ്രെയർ, ദെൻ സൂപ്പർ ചാർജിങ്. അപ്പോൾ IC എഞ്ചിൻ്റെ സൂപ്പർ ചാർജിങ്ങിന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു എയർ കംപ്രസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ്, അതുപോലെ ജെറ്റ് എൻജിൻസ്, എയർ മോട്ടോർസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലിഫ്റ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ എയർ കംപ്രസറിൻ്റെ യൂസേജ് വരും. ദെൻ ലിഫ്റ്റ്, ഇപ്പോൾ ലിഫ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റാം, ദെൻ പമ്പ്, അതേപോലെ തന്നെ എന്താണ് ഇനി ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ്, അതുപോലെ തന്നെ എന്താണ് ബെസമർ കൺവെർട്ടർ. അപ്പോൾ എവിടെയാണോ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്ന ആ ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് എന്താണ് ഒരു എയർ കംപ്രസറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് യൂസേജ് വരുന്നത്. ദെൻ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് അറിയാം. എന്താണ് അക്കോർഡിംഗ് ടു ദ വർക്കിംഗ്. അപ്പോൾ എന്താണ് വർക്കിംഗ് എങ്ങനെ വരുന്നത്, ഒന്ന് റോട്ടറി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പിന്നെ വരുന്നതാണ് എന്ത്, ഇപ്പോൾ റോട്ടറി കഴിഞ്ഞ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ റോട്ടറി ആണെങ്കിൽ റോട്ടറി കംപ്രസർ അല്ല
ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. പിന്നെ വരുന്നത് എങ്ങനെയാണ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ആക്ഷൻ. അതിനകത്ത് തന്നെയാണ് സിംഗിൾ ആക്ടിങ്, അതുപോലെ തന്നെ എന്താണ് ഡബിൾ ആക്ടിങ്. അപ്പോൾ സിംഗിൾ ആക്ടിങ് നമ്മളിപ്പോൾ പമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആയിരിക്കും എന്ത് ഈ ഒരു സിംഗിൾ ആക്ടിങ് ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു എയർ കംപ്രസറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻലെറ്റ് വഴി എന്ത് ചെയ്യും സക്ഷൻ നടക്കും. ദെൻ ആ ഒരു ടൈമിൽ എന്താണ് ഈ ഒരു പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും സിലിണ്ടറിനകത്ത് എയർ ഫില്ലാവും. ദെൻ കംപ്രസ് ചെയ്ത് പ്രഷർ, അതായത് ഹൈ പ്രഷർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എക്സോസ്റ്റ് വാൾവ് വഴി അതിനെ ഡെലിവർ ചെയ്യും. അപ്പോൾ ഇതിന് പകരം എന്താണ് ഇപ്പോൾ ഇതാണ് സിംഗിൾ ആക്ടിങ്ങിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇനിയിപ്പോൾ ഡബിൾ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഈ ഒരു പിസ്റ്റൺ ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ, അതായത് പിസ്റ്റൺ എന്താണ് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഒരു വാൽവ് വഴി എന്താണ് എയർ സക്ഷൻ നടക്കും, അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ആ ഒരു സിലിണ്ടർ ഫില്ലാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഒരു ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ആ ഒരു സൈഡിൽ എന്തായിരിക്കും ഓൾറെഡി എയർ ഫില്ലായിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്യും അവിടെ കംപ്രഷൻ നടക്കും ഈ ഒരു പിസ്റ്റൺ മൂവ്മെൻറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു സൈഡിൽ അറ്റ് എ ടൈം എന്താണ് സക്ഷനും പിസ്റ്റൻ്റെ ബാക്ക് സൈഡിൽ മറ്റേ സൈഡിൽ എന്ത് സംഭവിക്കും കംപ്രഷനും നടക്കും. അപ്പോൾ ഈ ഒരു കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിസ്റ്റൺ ഈ ഒരു എൻഡിലെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു എയറിനെ ഡെലിവർ ചെയ്യാം. ദെൻ അപ്പോൾ എന്താണ് പിസ്റ്റൻ്റെ മറ്റേ സൈഡിൽ എന്ത് സംഭവിക്കും എയർ ഫില്ലായിട്ടുണ്ടാവും. ദെൻ അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സൈഡിൽ എയറിനെ കംപ്രസ് ചെയ്യാം, ഡെലിവർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു സൈഡിൽ നമുക്ക് എന്താണ് ഇവിടെ വേക്കൻറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേക്കൻറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ എന്നല്ല ഈ ഒരു വേക്കൻറ്റ് സ്പേസിൽ നമുക്ക് എന്താണ് വീണ്ടും എയർ ഫില്ല് ചെയ്യാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഡബിൾ ആക്ടിങ് വരുന്നത്. സോ എന്താണ് ഇപ്പോൾ അതായത് ഇപ്പോൾ സക്ഷനും കംപ്രഷനും കൂടിയിട്ടാണ് എന്ത് വരുന്നത് ഒരു സൈക്കിൾ വരുന്നത്. എന്താണ് അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ വരുന്നത്. ഒറ്റ റെവല്യൂഷനിൽ തന്നെ നമുക്ക് എന്താണ് 2 പവർ സ്ട്രോക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കും. അപ്പോൾ അതാണ് സിംഗിൾ ആക്ടിങ് അതുപോലെ തന്നെ ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. അതാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് അതിനകത്ത് 2 ദെൻ അക്കോർഡിംഗ് ടു സ്റ്റേജസ്. അപ്പോൾ എന്താണ് ഓൾറെഡി പറഞ്ഞു എന്താണ് സിംഗിൾ സ്റ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മൾട്ടി സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ഒറ്റ അതായത് എയർ ഇൻടേക്ക് എടുക്കും, അതായത് എയർ സക്ക് ചെയ്തെടുക്കും, അതിനെന്ത് ചെയ്യും കംപ്രസ് ചെയ്യും, ദെൻ ഡെലിവർ ചെയ്യും. ഇത്രയേ ഉണ്ടാവുള്ളൂ. എന്താണ് ഒറ്റ സ്റ്റേജിൽ, അതായത് നമുക്കെന്താണ് ഒരു അത്ര അധികം പ്രഷർ ആവശ്യമില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സിംഗിൾ സ്റ്റേജ്. ഇപ്പോൾ നമുക്ക് എന്താണ് ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യണം കംപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഡെലിവറി ചെയ്യുന്ന എയറിനെ വീണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യും ഒന്നെങ്കിൽ ഇൻ്റർകൂളറിൽ കൂടെ കടത്തി വിട്ടിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യും ഒരു ഹൈ പ്രഷർ ഒരു ലോ പ്രഷർ കംപ്രസറോ അതുപോലെ തന്നെ എന്താണ് ഒരു ഹൈ പ്രഷർ കംപ്രസറോ ഉണ്ടാവും. അടുത്തൊരു സ്റ്റേജിൽ വെച്ചിട്ട് എന്ത് ചെയ്യും വീണ്ടും അതിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതുപോലെ എത്ര സ്റ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം പ്രഷർ വേണോ അതിനകത്തേക്ക് എന്ത് ചെയ്യുക പ്രഷർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എത്ര സ്റ്റേജസിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കടത്തിവിടാം. അപ്പോൾ അതിനകത്ത് വിത്തൗട്ട് യൂസിങ് ഇൻ്റർകൂളർ നമുക്ക് എന്ത് ചെയ്യാം നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രഷറിലേക്ക് എന്ത് ചെയ്യാം എയറിനെ റൈസ് ചെയ്യാൻ പറ്റും, എയറിൻ്റെ പ്രഷർ റൈസ് ചെയ്യാൻ പറ്റും. അതാണ് സിംഗിൾ സ്റ്റേജ് അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇനി മെത്തഡ് ഓഫ് കൂളിംഗ്. അപ്പോൾ ഇങ്ങനെ എയർ കൂൾഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് വാട്ടർ കൂൾഡും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇൻ്റർകൂളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നമുക്ക് എയർ കൂൾഡ് സിസ്റ്റം അതുപോലെ വാട്ടർ കൂൾഡ് അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ് നമ്പർ ഓഫ് സിലിണ്ടർ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് സിമ്പിൾ, പിന്നെന്താണ് ഡ്യൂപ്ലെക്സ്, ദെൻ ട്രിപ്ലെക്സ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെന്താണ് പവർ ഡ്രൈവ് വരുന്നു. ഇതൊക്കെ എന്താണ് ഓരോ ക്ലാസിഫിക്കേഷൻ്റെ നെയിംസ് ആണ്. അതിനകത്ത് എങ്ങനെയാണ് ഡയറക്റ്റ്, ദെൻ ബെൽ ഡ്രൈവ് അല്ലെങ്കിൽ ചെയിൻ ഡ്രൈവ്. അടുത്ത് എന്താണ് നേച്ചർ ഓഫ് ഇൻസ്റ്റലേഷൻ. അപ്പോൾ എന്താണ് പോർട്ടബിൾ ഉണ്ട്, ദെൻ ഫിക്സഡ് ഉണ്ട്, പിന്നെ സെമി ഫിക്സഡ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും കൂടി പറയാം. അപ്പോൾ വർക്കിംഗ് അനുസരിച്ച് എങ്ങനെയാണ്
അതിനകത്ത് RC വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് റോട്ടറി വരുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് വരുന്നുണ്ട്. ദെൻ ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മൾട്ടി ഉണ്ട്. ദെൻ ഇനി സിലിണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സിമ്പിൾ, ഡ്യൂപ്ലെക്സ്, ദെൻ ട്രിപ്ലെക്സ്. ദെൻ കൂളിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് എയർ കൂൾഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വാട്ടർ കൂൾഡ് വരുന്നുണ്ട്. ദെൻ ഈ പവർ നോക്കുമ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റ്, ദെൻ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്, ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻസ്റ്റലേഷൻ്റെ നേച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, സെമി ഫിക്സഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പോർട്ടബിൾ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. ഫസ്റ്റ് വരുന്ന ഇൻലെറ്റ് പ്രഷറാണ്. ഇറ്റ് ഈസ് ദ ആബ്സല്യൂട്ട് പ്രഷർ ഓഫ് എയർ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദി കംപ്രസർ. അപ്പോൾ എന്താണ് നമ്മൾ പ്രഷർ ഏത് പ്രഷറിലാണോ എന്ത് ചെയ്യുന്നത് ഇൻലെറ്റ് ആയിട്ട് എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ ഒരു ഇൻലെറ്റിൻ്റെ ആബ്സല്യൂട്ട് പ്രഷറാണ് എന്ത് ഇൻലെറ്റ് പ്രഷർ. ദെൻ ഡിസ്ചാർജ് പ്രഷർ ഇസ് ദ ആബ്സല്യൂട്ട് പ്രഷർ ഓഫ് എയർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദി കംപ്രസർ. അപ്പോൾ ഔട്ട്ലെറ്റിൽ നമുക്ക് എങ്ങനെയാണ് മീൻസ് എന്താണ് ഏത് പ്രഷറിലാണോ നമുക്ക് എയർ ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത് അതിനാണ് ഡെലിവറി പ്രഷർ. ദെൻ കംപ്രഷൻ റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ദ ഡിസ്ചാർജ് പ്രഷർ ടു ദി വാല്യൂ ഓഫ് ദി ഇൻലെറ്റ് പ്രഷർ. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് പ്രഷർ ബൈ ഇൻലെറ്റ് പ്രഷർ, ഇവരുടെ രണ്ടുപേരുടെ റേഷ്യോ ആണ് എന്ത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. യൂഷ്വലായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. സിൻസ് ഡിസ്ചാർജ് പ്രഷർ ഇസ് ഓൾവേസ് മോർ. അപ്പോൾ എന്താണ് ഈ ഒരു ഡിസ്ചാർജ് പ്രഷർ, അപ്പോൾ നമുക്ക് എന്താണ് കംപ്രസറിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രഷർ റൈസ് ചെയ്യണം. സോ എന്തായിരിക്കും അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് പ്രഷർ എപ്പോഴും ഹയർ ആയിരിക്കും ദാൻ ദി ഇൻലെറ്റ് പ്രഷർ. സോ എപ്പോഴും ആ ഒരു RC എന്ന് പറയുന്നത് എപ്പോഴും 1 യൂണിറ്റിനേക്കാളും എന്തായിരിക്കും ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും വരുന്നത്. അടുത്തത് എന്താണ് കംപ്രഷൻ കപ്പാസിറ്റി, ദ വോളിയം ഓഫ് എയർ ഡെലിവേർഡ് ബൈ ദി കംപ്രസർ. അപ്പോൾ എന്താണ് ഈ ഒരു കംപ്രസർ ഡെലിവർ ചെയ്യുന്ന വോളിയം എന്താണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. ഡിസ്ചാർജാണ് ഈ ഒരു കംപ്രസറിൻ്റെ ഡിസ്ചാർജാണ്. ദെൻ അടുത്ത എന്താണ് ആക്ച്വൽ ഫ്രീ എയർ ഡെലിവറി. ഇറ്റ് ഈസ് ദ ആക്ച്വൽ വോളിയം ഓഫ് ഡെലിവേർഡ് ബൈ ദി കംപ്രസർ വെൻ റെഡ്യൂസ്ഡ് ടു ദി നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ. അപ്പോൾ എന്താണ് ഫ്രീ എയർ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTPയിലുള്ള എന്താണ് ഇതിൻ്റെ ആക്ച്വൽ വോളിയം, കംപ്രസർ ഡെലിവറി ചെയ്യുന്ന ആക്ച്വൽ വോളിയം അറ്റ് NTP. കപ്പാസിറ്റി ഓഫ് ദ കംപ്രസർ ഈസ് ജനറലി ഗിവൺ ഇൻ ടേംസ് ഓഫ് ഫ്രീ എയർ ഡെലിവറി. അപ്പോൾ എന്താണ് കംപ്രസറിൻ്റെ കപ്പാസിറ്റി എന്താണ് ഇൻ ടേംസ് ഓഫ് ഫ്രീ എയർ ഡെലിവറി ആണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ സ്വെപ്റ്റ് വോളിയം യൂഷ്വലാണ് എന്താണ് ഇറ്റ് ഈസ് എ വോളിയം ഓഫ് എയർ സക്ഡ് ബൈ ദ കംപ്രസർ ഡ്യൂറിങ് ഇറ്റ്സ് സക്ഷൻ സ്ട്രോക്ക്. അപ്പോൾ എന്താണ് സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സിംഗിൾ ആക്ടിങ് എയർ കംപ്രസർ എന്നൊക്കെ എന്താണ് നമുക്കതിനെ പറയാം. ഇക്വേഷൻ വരുന്നത് എന്താണ് π/4d² എല്ലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു എന്താണ് സിലിണ്ടറിൻ്റെ ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് അതാണ് വരുന്നത്. ദെൻ മീൻ ഇഫക്റ്റീവ് പ്രഷർ ആസ് ഇപ്പോൾ എന്താണ് നമുക്കിതിനകത്ത് പ്രഷർ എന്തായിരിക്കില്ല കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. എന്താണ് എയർ പ്രഷർ ഓൺ കംപ്രസർ പിസ്റ്റൺ കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് മൂവ്മെൻറ്റ് ഓഫ് ദി പിസ്റ്റൺ. അപ്പോൾ എന്താണ് ഈ ഒരു കംപ്രഷൻ ആ ഒരു കംപ്രഷൻ നടക്കുമ്പോൾ എന്താണ് അതായത് അറ്റ് ദി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ എന്താണ് സെയിം പ്രഷർ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ എന്താണ് അതിനകത്ത് വരുന്ന എന്താണ് ഒരു മെയിൻ വാല്യൂ. ദെൻ അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ സ്ട്രോക്ക് വോളിയം ആണ് എന്ത് മീൻ ഇഫക്റ്റീവ് പ്രഷർ MEP എന്ന് പറയും വരുന്നത്. ദെൻ നമുക്ക് എന്താണ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു സിംഗിൾ അപ്പോൾ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഞാനിവിടെ RC എന്നാണ് എടുക്കുന്നത്, വേണ്ട നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് തന്നെ പറയാം കാരണം ഇവിടെ കംപ്രഷൻ റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് എന്താണ് ഒരു ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പാർട്സ് ഉണ്ടെന്ന്.
ജസ്റ്റ് ഒന്നും കൂടി പറയാം. സോ ഇതിനെന്താണ് ഇൻലെറ്റ് വാൾവ് IV, ദെൻ ഡെലിവറി വാൾവ്, ദെൻ മെയിൻ പാർട്ടാണെന്ത് പിസ്റ്റൺ, ഇതാണെന്ത് സിലിണ്ടർ, ഞാൻ CY എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് പിസ്റ്റൺ, പിന്നെ അതിൻ്റെ കണക്റ്റിംഗ് റോഡ്, പിന്നെന്താണ് നമ്മുടെ ക്രാങ്ക് മെക്കാനിസം. ഇത്രയും പാർട്സൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് എന്താണ് ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും, പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ്. അപ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ഈ സിലിണ്ടറിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും എന്താണ് അപ്പോൾ എന്താണ് when piston moves downwards the pressure inside the cylinder falls to a pressure less than atmospheric pressure. അപ്പോൾ എന്താണ് ഈ ഒരു ഇതിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും താഴേക്ക് പോകും. സോ ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം എന്ത് ചെയ്യും, ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ഡ്യൂ ടു ദി pressure difference the inlet valve opens and the air from the atmosphere get into the cylinder. അപ്പോൾ ഈ ഒരു പ്രഷർ എന്താണ് സക്ഷൻ നടക്കുന്ന ഏതുവരെ ആയിരിക്കും, ടിൽ ഈ ഒരു എന്താണ് പിസ്റ്റണിൻ്റെ ഔട്ട്പുട്ട് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരെയാണ് എന്ത് ഈ സക്ഷൻ സ്ട്രോക്ക് നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ അതിനകത്ത് രണ്ട് എൻഡുകൾ TDC PDC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ഒരു പിസ്റ്റൺ PDCയിൽ എത്തുന്നവരെയാണ് എന്ത് ചെയ്യുക, സക്ഷൻ നടക്കുക. ദെൻ എന്ത് ചെയ്യും, പിസ്റ്റൺ മൂവ്സ് അപ്വേർഡ് ആൻഡ് it compresses the air inside the cylinder till it reaches the delivery pressure or the discharge pressure. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് പ്രഷർ റീച്ച് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ ആ ഒരു സിലിണ്ടറിനകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്യും. എന്താണ് ഡെലിവറി പ്രഷർ റീച്ച് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും, ആ ഒരു എയറിനെ കംപ്രസ് ചെയ്യും. ദെൻ ആ ഒരു പ്രഷർ റീച്ച് ചെയ്ത്, അതായത് ഡിസ്ചാർജ് പ്രഷർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഡെലിവറി വാൾവ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള എന്താണ് എയർ, കംപ്രസ്ഡ് എയർ ഡെലിവർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈപ്പിനകത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. എന്താണ് then at the end of the delivery stroke some air remains in the clearance space. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്ലിയറൻസ് സ്പേസിനകത്ത് എന്ത് ചെയ്യും, കുറച്ച് എയർ റിമൈൻ ചെയ്യും. അപ്പോൾ എന്താണ് ആ ഒരു കംപ്രസ്ഡ്, അതായത് ഹൈ പ്രഷറിലുള്ള എയർ എന്ത് ചെയ്യും, അവിടെ റിമൈൻ ചെയ്യും. പിന്നെന്താണ് അടുത്ത സ്ട്രോക്ക്, അതായത് അടുത്ത സെക്ഷൻ സ്ട്രോക്കിൽ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എയർ എക്സ്പാൻഡ് ചെയ്യും. ഏതുവരെ, the air expands till its pressure reaches below the pressure of atmospheric pressure. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴേക്ക് എന്ത് ചെയ്യുക, ആ ഒരു പ്രഷർ, അതായത് ഇൻലെറ്റ് പ്രഷർ മീൻസ് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും താഴെ ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള പ്രഷർ ആയാലും മാത്രമാണ് സക്ഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുള്ളൂ. സോ എന്താണ് അപ്പോൾ ആ ഒരു ക്ലിയറൻസ് സ്പേസിലുണ്ടായിരുന്ന എയർ, കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും, പിസ്റ്റൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ എക്സ്പാൻഡ് ചെയ്യും. തന്നെ ഏതുവരെ എക്സ്പാൻഡ് ചെയ്യും, അതിൻ്റെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ബിലോ ആവുന്നത് വരെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത സെക്ഷൻ നടക്കും, ദെൻ കംപ്രഷൻ. അപ്പോൾ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. നമുക്ക് എന്താണെന്നും കൂടി പറയാം. ആസ് എ പിസ്റ്റൺ മൂവ്സ് ഡൗൺവേർഡ് the pressure inside the cylinder falls below the atmospheric pressure. Due to the pressure difference, the inlet valve opens and the air from atmosphere enters into the cylinder, or the cylinder sucks the atmospheric air till the piston reaches the BDC. As the piston reaches the BDC, then it travel from BDC to TCC, that the piston moves upward. During this motion, the piston compresses the air inside the cylinder till the pressure of the air reaches the delivery pressure. As the air compressed up to a delivery pressure, the delivery valve opens and the discharge valve opens, and the
compressed air gets delivered into a delivery tank or a pipeline. At the end of the delivery stroke, a small quantity of air, high pressure, or the compressed air left in the clearance space as the piston moves downward, or the when the next suction stroke starts, the air in the clearance space expand till the pressure falls below the atmospheric pressure. Then in this stage the inlet valve get open and the fresh air or the atmospheric air sucked into the cylinder and the cycle get repeated. As in a single acting reciprocating compressor, the suction, compression and delivery are all takes place in 2 strokes of the piston or the 1 revolution of a crankshaft. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്ന സെക്ഷൻ, അതുപോലെ തന്നെ കംപ്രഷൻ, ഡെലിവറി, ഈ 3 പ്രോസസ്സ് എന്താണ് അതായത് 2 സ്ട്രോക്കിൽ കംപ്ലീറ്റ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒറ്റ റെവല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഈ 3 പ്രോസസ്സും ഇതിനകത്ത് കംപ്ലീറ്റ് ആവും. അതാണ് ഇത് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അപ്പോൾ സിംഗിൾ ആക്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് ഒറ്റ സെക്ഷനും ഡെലിവറി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡബിൾ ആക്ടിങ്ങിലാണെങ്കിൽ 2 സെക്ഷനും 2 ഡെലിവറി നടക്കും. മീൻസ് എന്താണ് ആ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡയഗ്രം നോക്കുമ്പോൾ അതിന് 2 എന്തുണ്ടാവും, ഇൻലെറ്റും എക്സോസ്റ്റും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഡിസ്ചാർജും 2 ഇൻലെറ്റും ഉണ്ടാവും. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ഡബിൾ ആക്ടിങ് വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ സിംഗിൾ ആക്ടിങ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ്. അവിടെ സെക്ഷൻ ചെയ്യുന്നത് വാട്ടറാണ്, ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ എയറാണ്. അത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഡബിൾ ആക്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും എന്താണ് വാട്ടറിൻ്റെ ആ ഒരു അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ അതേ സ്കിമാറ്റിക് ഡയഗ്രം തന്നെയാണ് വരിക. വർക്കിങ്ങും അതുപോലെ തന്നെയാണ്. അവിടെ എന്താണ് വാട്ടറാണ്, ഇവിടെ എയറാണ്. അത്ര ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ അതായത് സിംഗിൾ സ്റ്റേജിൻ്റെ എന്താണ് വർക്ക് ഡൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ വരുന്നുണ്ട്, പിന്നെ പ്രോബ്ലംസ് വരുന്നുണ്ട്, പിന്നെ എന്താണ് മൾട്ടി സ്റ്റേജ്. അപ്പോൾ അതുപോലെ ബാക്കി ടോപ്പിക്സ് എന്താണ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.